നിലമ്പൂരിൽ രാഷ്ട്രീയം സംസാരിച്ച ഒരേ ഒരു മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ്. ഞങ്ങളവിടെ വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിച്ചു. LDF ഗവൺമെന്റിന്റെ വികസന വിരുദ്ധമായ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള ഏക മുന്നണി NDA മാത്രമാണ്. വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ട്, പ്രസക്തിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനമായിട്ടാണ് നിലമ്പൂരിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ച വോട്ടിനെ സംബന്ധിച്ചും വോട്ടിന്റെ വർധനവിനെയും ഞങ്ങൾ കാണുന്നത്. രണ്ട് മുന്നണികൾ നടത്തുന്ന ഈ വലിയ കോലാഹലത്തിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയ ശബ്ദത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഗവൺമെന്റായി പിണറായി വിജയന്റെ സർക്കാർ മാറുകയാണ്. അത് തിരുത്താൻ അവർ തയ്യാറാകണം. ആവശ്യത്തിനും അനാവശ്യത്തിനും കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുക എന്നുള്ള രാഷ്ട്രീയ നിലപാട് മാറ്റാൻ അവർ തയ്യാറാകണം. കേന്ദ്ര ഗവൺമെന്റ് വികസന കാര്യങ്ങളാണ് ഞങ്ങൾ നിലമ്പൂരിൽ ജനങ്ങളോട് അവതരിപ്പിച്ചത്. അത് ജനം സ്വീകരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ജനം BJPക്ക് വോട്ട് ചെയ്തത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.